ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ സമയം ചിന്തയ്ക്കടുത്ത വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. ആകയാൽ വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ദൈവ പൈതൽ കഷ്ടതയിലൂടെ, കണ്ണുനീരിലൂടെ, വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവ പൈതലിന് പ്രധാനമായിട്ട് അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് 2 കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത്. ഒന്ന്, ദൈവകൃപയും 2 സമാധാനവുമാണ് ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുക തന്നെ കൃപയിലാണ് ആരംഭിക്കുന്നത്. അപ്പോസ്തലനാകുന്ന പൗലോസ് എഫെസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. പൗലോസ് എഫെസോസ് സഭയോട് പറയുകയാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്നാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ കർത്താവ് യേശു ഇങ്ങനെ അരുളി ചെയ്തു: എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ അവരുടെ കർത്താവും രക്ഷകനുമായി അംഗീകരിപ്പാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതെ, ആ സുവിശേഷം 6-ാം അധ്യായം 65-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഇങ്ങനെ കാണുന്നു: ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ പുത്രൻ്റെ അടുക്കൽ വരുവാൻ കഴിയത്തില്ല എന്നും, അതേ ഭാഗത്ത് പറഞ്ഞ് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ എൻ്റെ അടുക്കൽ വരുവാൻ ആർക്കും കഴിയുകയില്ല എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, കൃപ ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ഒരു ദൈവവിശ്വാസി കഷ്ടതയിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ കൃപ വളരെ അത്യാവശ്യമാണ്. കൃപ ഇല്ലെങ്കിൽ ആ കഷ്ടതയെ ആ വ്യക്തിക്ക് നേരിടുവാൻ സാധിക്കാതെ ഇന്ന് നമ്മൾ കാണുന്നുള്ളൂ. പലരും പല ആത്മഹത്യയിലൂടെ, പല നിലകളിലുള്ള മരണങ്ങൾ അവർ നേരിടുന്നത് കാരണം അവരുടെ മേൽ ദൈവകൃപ ഇല്ലാഞ്ഞിട്ടാണ്. അപ്പോൾ വളരെ അത്യാവശ്യമായ കാര്യമാണ് ദൈവകൃപ. അത് നമുക്ക് പിതാവായ ദൈവം നൽകുന്നതാണ്. അപ്പോൾ ആ കൃപ നമ്മുടെ മേൽ വരുമ്പോഴാണ് നാം യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവും രക്ഷിതമായി അംഗീകരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കൃപ ലഭിച്ച നാം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ
നമ്മുടെ ചിന്തകളിലോ നമ്മുടെ വിചാരങ്ങളിലോ യാതൊരു കാരണവശാലും നമ്മൾ കയ്പിന് അല്ലെങ്കിൽ പാപത്തിന് നാം ഇടം കൊടുക്കരുത്. നമ്മുടെ ഹൃദയത്തിലോ നമ്മുടെ മനസ്സിലോ നമ്മുടെ ചിന്തകളിലോ നാം പാപത്തിന് ഇടം കൊടുത്താൽ അല്ലെങ്കിൽ കയ്പിന് നാം ഇടം കൊടുത്താൽ നാം കൃപയിൽ നിന്ന് വീണുപോകുവാനായിടയായിത്തീരും. അങ്ങനെയാണ് നിരവധി പേർ രക്ഷിക്കപ്പെട്ട ശേഷം കയ്പിന് ഇടം കൊടുക്കുന്നു, പാപത്തിനിടം കൊടുക്കുന്നു, അനീതിക്കിടം കൊടുക്കുന്നു, ദുഷ്ടതയ്ക്കിടം കൊടുക്കുന്നു. അതുകൊണ്ട് അനേകർ ആ കൃപയിൽ നിന്ന് വീണുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരിൽ ഒരു വ്യക്തിയായിരുന്നു യൂദ. എന്താണ് തൻ്റെ ജീവിതത്തിൽ വന്നു പോയി വെച്ച 30 വെള്ളിക്കാശിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിനെ അവൻ ഒറ്റിക്കൊടുക്കാനായിടയായി തോന്നു. അവൻ ആ പൈസയ്ക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി അവൻ്റെ ഹൃദയം സമ്പത്തിലേക്ക് പോയി, ദ്രവ്യാഗ്രഹത്തിലേക്ക് അവൻ്റെ ഹൃദയം കടന്നുപോയ നിമിത്തം അവൻ കൃപയിൽ നിന്ന് വീണുപോകുവാനായിടയായി തീർന്നു. അവൻ കെട്ടിത്തൂങ്ങി മരിച്ചു, നിത്യ നരകത്തിലേക്ക് പോകുവാനായിടയായി തീർന്നു. നമുക്ക് മനസ്സിലാകുവാനായി സാധിക്കുന്നു. അപ്രകാരം നമുക്ക് 2 തീമോഥെയോസ് ലേഖനം 4-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് പൗലോസ് പറഞ്ഞ് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി എന്ന് കാണുവാനായി സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുവിനെ കർത്താവും രക്ഷകനുമായി അംഗീകരിച്ച ശേഷം അപ്പോസ്തലനാകുന്ന പൗലോസിനോടൊപ്പം തൻ്റേതായ മിഷണറി യാത്രയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിൽ പോയി എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാനായി സാധിക്കുന്നു. അപ്പോൾ ദേമാസ് എന്ന വ്യക്തി ലോകത്തെ സ്നേഹിപ്പാനായിടയായിത്തീർന്നു. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആകയാൽ ഈ നിമിഷത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അതെ, ഒരു വ്യക്തി യേശുവിങ്കിലേക്ക് വരുന്നത് പിതാവായ ദൈവത്തിൻ്റെ കൃപ തന്നെയാണ്. അതെ, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ, പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ഏതൊരു വ്യക്തിക്കും യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ സാധ്യമല്ല. ആ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങളൊക്കെ കടന്നു വരുമ്പോൾ വീണുപോകാതിരിക്കണമെങ്കിൽ ആ ദൈവകൃപ അത്യന്താപേക്ഷിതമായിരിക്കുകയാണ്. ആ ദൈവകൃപയിൽ നിന്ന് വീണുപോയ യൂദ, ദൈവകൃപയിൽ നിന്ന് വീണുപോയ ദേമാസ്, ഇവരൊക്കെ കൃപയിൽ നിന്ന് വീണുപോകുവാനിടയായി തീർന്നു. ആമേൻ. അവർക്ക് നിത്യനാശത്തിലേക്ക് പോകുന്ന വഴികൾ അവർ തിരഞ്ഞെടുക്കുവാനായിടയായി തീർന്നു. കാരണം അവരുടെ ജീവിതത്തിലേക്ക് കയ്പിൻ്റെ അനുഭവം, ദുഷ്ടതയുടെ അനുഭവങ്ങൾ, പാപത്തിൻ്റെ അനുഭവങ്ങൾ, ചതിയുടെ വഞ്ചനകൾ അവിടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് അവരെ തകർത്ത് കളയുവാനിടയായിട്ടു, അവരെ നശിപ്പിക്കുവാനിടയായിത്തീർന്നു. ആകയാൽ നാം കൃപയിൽ നിന്ന് വീണുപോകാതെ വണ്ണം നമ്മെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. പ്രാർത്ഥിക്കാൻ അൻപുള്ള ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ നിമിഷത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. കൃപ ലഭിച്ച അങ്ങയുടെ മക്കൾ ആരും തന്നെ കർത്താവെ കയ്പിന് ഇടം കൊടുക്കാതെ, പാപത്തിന്, അനീതിക്ക്, ദുഷ്ടതയ്ക്കൊന്നും തന്നെ അവൻ ഇടം കൊടുക്കാതെ വണ്ണം ക്രിസ്തുയേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ചുകൊണ്ട്, വചനത്തെ അനുസരിച്ചുകൊണ്ട്, നടത്തുന്നവരെ അനുസരിച്ചുകൊണ്ട് അനുസരണമുള്ള മക്കളായി തന്നെ മുന്നേറുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വരുമെങ്കിൽ അവരെടുക്കപ്പെടുവാൻ കറാച്ചുളുക്കം, വാട്ടം എന്നിവ ഇല്ലാത്തവരായി ക്രിസ്തുവിൽ തികഞ്ഞവരായി നിന്ന് മുന്നോട്ട് പോകുവാൻ സ്നേഹനിധിയായ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഏവരെയും കൃപയിൽ സൂക്ഷിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.